റെയിൽവേ പാളത്തിൽ ഇരുമ്പ് പൈപ്പ് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി ഹുസൈനാണ് പിടിയിലായത്. സംഭവത്തിൽ യാതൊരു അട്ടിമറി സാധ്യതയുമില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട് കുണ്ടായിത്തോട് റെയിൽവേ പാളത്തിൽ ഇരുമ്പ് പൈപ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത്. നിമിഷങ്ങൾക്കകം തന്നെ ട്രെയിൻ അട്ടിമറി, മാവോയിസ്റ്റ് ആക്രമണം തുടങ്ങി പല അഭ്യൂഹങ്ങളും നാട്ടിൽ പരന്നു. സംശയത്തെ ബലപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പോലീസിന്റെയും പ്രതികരണം. എന്നാൽ 2 ദിവസത്തിനകം തന്നെ പ്രതി പിടിയിലായി. ഭീകരനെ തേടിയിറങ്ങിയ പോലീസിന് ലഭിച്ചത് കുണ്ടായിത്തോട് സ്വദേശി ഹുസൈനെയാണ്. മദ്യപിക്കാൻ പണത്തിനായി പൈപ്പ് മോഷണം പതിവാക്കിയ ഹുസൈൻ വലിയ ഇരുമ്പ് കഷ്ണങ്ങളാക്കാൻ ട്രാക്കിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. മേച്ചന്നൂർ കോംപ്ലക്സിന്റെ പുറകുവശത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്ന 6 പൈപ്പ് ഉണ്ടായിരുന്നു. 6 PVC പൈപ്പായിരുന്നു. അതിൽ 4 അവർ വർക്ക് ചെയ്ത് ബാക്കി 2 ഇട്ടിരുന്നതാണ്. അതാണ് ഇദ്ദേഹം അവിടുന്ന് മോഷ്ടിച്ചെടുത്ത് ആക്രിക്കടയിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുവന്നത്. സാധാരണ റെയിലിൻ്റെ പോകുന്ന സമയത്ത് റെയിൽ ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫ്രഷായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പുതിയ പീസായിട്ട് ആരും എടുക്കത്തില്ല. അപ്പോൾ അത് മനസ്സിലാക്കുന്നോളം റെയിൽ ട്രാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ട്രെയിൻ കയറുമ്പോൾ പൊളിഞ്ഞ് പോയി കഴിഞ്ഞാൽ വളരെ പീസായി പോയി കഴിയുമ്പോൾ വളരെ എളുപ്പമായിട്ട് വിൽക്കാം. പൈപ്പ് ട്രാക്കിലിട്ട് മാറി നിന്ന ഹുസൈന് അല്പം കഴിഞ്ഞപ്പോൾ സ്ഥലത്ത് ആളുകൾ കൂടുന്നത് കണ്ട് പന്തികേട് മണത്തു. ഉടൻ തന്നെ അടുത്തുള്ള വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം പത്രവാർത്ത കണ്ടാണ് തന്റെ ഇരുമ്പ് പൈപ്പ് ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ഹുസൈൻ അറിഞ്ഞത്. റിപ്പോർട്ടർ, കോഴിക്കോട്.